ഹലോ, സ്നേഹം നിറഞ്ഞ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നാടൻ രീതിയിലൊരു ബീഫ് ഫ്രൈ ആണ്. അപ്പോൾ ഞാൻ ഇതിനാവശ്യമായിട്ട് 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം. ആദ്യം തന്നെ നമുക്ക് സ്റ്റൗ ഒന്ന് കത്തിക്കാം. കുക്കർ ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഈ ബീഫ് അതിലേക്ക് തട്ടാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഉപ്പുപൊടി 1 സ്പൂൺ, കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. ചെറിയ സ്പൂണായതുകൊണ്ട് ഒരു 2.5 സ്പൂൺ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി 1/2 സ്പൂൺ, മല്ലിപ്പൊടി വലിയ സ്പൂണാണ്, ഒരു 1/2 സ്പൂൺ ചേർത്താൽ മതി. ഇത് നമ്മൾ പൊടിച്ചെടുത്ത മസാലയാണ്. കറുവ, ഗ്രാമ്പു, ഏലക്ക, പിന്നെ കുരുമുളക്, അതുപോലുള്ള ജാതിക്ക, ജാതിപത്രി അതെല്ലാം കൂടെ ചേർത്ത് പൊടിച്ചെടുത്ത മസാലയാണ്. നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ബീഫ് കഴുകി വാലാൻ വെച്ചപ്പോൾ ഇതിൻ്റെ വെള്ളം എല്ലാം തോർന്നു പോയായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കണം, അടിക്ക് പിടിക്കാതെ, ഇതൊന്ന് വേകാനായിട്ട്. ഒന്നുകൂടെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കണം. ഒരു 5 വിസിൽ വേണം, എങ്കിലേ ഇത് നന്നായിട്ട് വേഗത്തുള്ളൂ. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചുമന്ന് വരുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതാണ്, വെളുത്തുള്ളി, ഇനി നമുക്കിതിലേക്ക് ഒരു 100 ഗ്രാം ചുവന്നുള്ളി അരിഞ്ഞതാണ്. ഈ പച്ചമുളക് ഇട്ട് കൊടുത്ത് ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിന് നമുക്കിതിലേക്ക് ഒരല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയൊക്കെ നമ്മൾ ബീഫിൽ ചേർത്ത് കൊടുത്തായിരുന്നു, അതുകൊണ്ട് ആവശ്യത്തിന് നമ്മുടെ എരിവിൻ്റെ അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ലേശം മല്ലിപ്പൊടി കൂടെ ചേർക്കുക.
ഗരം മസാല, എല്ലാം ചേർത്തതിന് ശേഷം ഒരു ലേശം കായപ്പൊടി ചേർക്കുവാണ്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ബീഫ് ഇതിലേക്ക് ഇടാം. ബീഫ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. ഇനിയിപ്പം നമ്മുടെ ക്രിസ്മസിൻ്റെ സമയമൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും ഇത് ആവശ്യമാകും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീണ്ടും അടുത്ത വിഭവവുമായി നിങ്ങളുടെ മുന്നിലെത്താം. നന്ദി.